ഹായ് എവരിവൺ, MBA ക്ലൗഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിങ്ങിൻ്റെ വളരെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, കോൺസെപ്റ്റുകളും കൺവെൻഷൻസ് എല്ലാം. അപ്പോൾ അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ള റിക്വസ്റ്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ചോദിച്ചിട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മളൊരു ഓർഡർ പ്രകാരം വരികയാണെങ്കിൽ അതിനുശേഷം നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് ആയിട്ടുള്ള കുറച്ച് റൂളുകളും ദെൻ ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫണ്ട് ഫ്ലോ ക്യാഷ് ഫ്ലോയിലൊക്കെ വരേണ്ടത്. പക്ഷേ നമുക്ക് ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മൾ നേരിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം സ്കിപ്പ് ചെയ്ത് ഫണ്ട് ഫ്ലോയിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഫണ്ട് ഫ്ലോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ഈ ഫൈനൽ അക്കൗണ്ട്സിനെ കുറിച്ചിട്ടുള്ള ജസ്റ്റ് ഒരു ഐഡിയ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കാരണം അത് അറിഞ്ഞതിന് ശേഷം, കാരണം ആ റൂളുകളൊക്കെ മനസ്സിലാക്കിയ ശേഷം അത് തറോ ആയാലാണ് നമുക്ക് ഫണ്ട് ഫ്ലോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യം പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കഷ്ടമാണ് എന്നുള്ളൊരു മൈൻഡിലായിരിക്കും പലരും ഉണ്ടാകും. അപ്പം ഇതൊന്നും വലിയ കഷ്ടമുള്ള, കാരണം ഇത് മനസ്സിലാക്കി കോൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഭാഗങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മളുടെ ആ ഒരു മെന്റൽ ബ്ലോക്ക് ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതെനിക്ക് അറിയാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇതെനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെ ആദ്യം മാറ്റുക. എന്നതിന് ശേഷം നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ അക്കൗണ്ട്സ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ ഫൈനൽ അക്കൗണ്ട്സിന്റെ ഒരു അനാലിസിസിലാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ആണ് ആക്ച്വലി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷന്റെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ വി വിൽ ബി ഏബിൾ ടു നോ ദാറ്റ് കമ്പനി പ്രോഫിറ്റിലാണോ, ലാഭത്തിലാണോ, നഷ്ടത്തിലാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നമുക്ക് അസറ്റ്സ് ഉണ്ട്, എത്രത്തോളം നമുക്ക് ലയബിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ ഫണ്ട് ഫ്ലോ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളുടെ ഒരു ഓർഗനൈസേഷന്റെ ഫണ്ടിന്റെ ഇൻഫ്ലോ എത്രയാണ്, ഔട്ട്ഫ്ലോ എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതലും ഒരു മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ കൂടുതലും ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം. എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കവർ ചെയ്യുന്നില്ല, വൺ ബൈ വൺ ആയിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് മുമ്പായിട്ട് വാട്ട് ഈസ് ഫണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ നോർമലി ഫണ്ട് എന്ന് പറയുമ്പോൾ ക്യാഷ് ആയിട്ടും അതുപോലെ തന്നെ ക്യാപിറ്റൽ ആയിട്ടും അല്ലെങ്കിൽ ഒരു ഫേമിന്റെ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആയിട്ടൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ മെയിൻലി ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഒരു ഓർഗനൈസേഷന്റെ വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമുക്ക് ഫണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിനെ തന്നെ നമുക്ക് രണ്ട് കോൺസെപ്റ്റ് ആയിട്ട് പറയാം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്, അതേപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ കറന്റ് അസറ്റ്സിനെയാണ് നമ്മൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. അപ്പൊ ഇവിടുത്തെ നമ്മൾ ഫണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. അതായത് കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് നമ്മളിവിടെ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ വാട്ട് ഈസ് ഫ്ലോ ഓഫ് ഫണ്ട്, നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പോകണം. എന്താണ് ഫണ്ട്, എന്താണ് ഫ്ലോ ഓഫ് ഫണ്ട്, എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫണ്ടിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും അതിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ ഫ്ലോ ഓഫ് ഫണ്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫണ്ട് എത്രത്തോളം അകത്തേക്ക് വരുന്നു, എത്രത്തോളം പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഫ്ലോ ഓഫ് ഫണ്ട്. ഫണ്ടിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും രേഖപ്പെടുത്തുന്നതിനെയാണ് ഫ്ലോ ഓഫ് ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഫ്ലോ ഓഫ് ഫണ്ടിനെ നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എവിടെ നിന്നെല്ലാം നമുക്ക് ഫണ്ട് വന്നു, വാട്ട് ആർ ദ ഡിഫറെന്റ് സോഴ്സസ്, എവിടെ നിന്നെല്ലാം നമുക്ക് ഫണ്ട് കിട്ടി, അപ്പോൾ ആ ഒരു സോഴ്സസും അതുപോലെ തന്നെ ഈ കിട്ടിയ ഫണ്ട് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിച്ചു, അതിനെ നമ്മൾ അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസസ് എന്നാണ് പറയാം. അപ്പോൾ ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്, സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഇൻ വിച്ച് വി റെക്കോർഡ് സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. നമ്മളുടെ ഒരു ഓർഗനൈസേഷന്റെ ഫണ്ട് എവിടെ നിന്നെല്ലാമാണ് വന്നിട്ടുള്ളത്, അത് എവിടെയെല്ലാമാണ് ചെലവഴിച്ചത് എന്ന് റെക്കോർഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നോർമലി രണ്ട് ഫൈനാൻഷ്യൽ ഡേറ്റിന്റെ കമ്പയർ ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു ബാലൻസ് ഷീറ്റ് ഒക്കെ തരികയാണെങ്കിൽ 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് ഒക്കെ തരും. അതിൽ നിന്ന് ഒരു കമ്പാരിസൺ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എല്ലാം പ്രിപ്പയർ ചെയ്യാം. ഇനി ഇത് പ്രിപ്പറേഷനിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്?
നമ്മളിപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 3 സ്റ്റേജ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ദെൻ വി വിൽ പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ദ ബാലൻസ് ഷീറ്റ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും 3 രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ആദ്യം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ദെൻ രണ്ടാമത് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ അതർവൈസ് വിൽ പ്രിപ്പയർ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കും. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മൾ സാധാരണ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിൽ ചെയ്യുന്ന ഒരു രീതിയൊക്കെ അത് തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് ഏതെല്ലാമാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഒക്കെ പഴയ ആ ഒരു എക്സ്പെൻസസ് ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സിമിലർ ടു ബാലൻസ് ഷീറ്റ് പോലെ തന്നെ, ബാലൻസ് ഷീറ്റ് അല്ല, അതുപോലെ തന്നെ നമ്മൾ എന്താണ് രണ്ട് സൈഡായിട്ട് സോഴ്സസ് ഒരു ഭാഗത്ത് എഴുതും, അപ്ലിക്കേഷൻ ഒരു ഭാഗത്ത് എഴുതും. എന്നതിന് ശേഷം ഇത് രണ്ടും നമ്മൾ ബാലൻസ് ഷീറ്റ് പോലെ തന്നെ ടാലി ആവണം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഇന്ന് പറയുന്നില്ല. ഇന്ന് നമ്മൾ സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിലെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ്, സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു ഫേമിന്റെ കറന്റ് അസറ്റ്സ് എന്ന് പറയുന്നത് ഏതെല്ലാമാണ്, കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഏതെല്ലാമാണെന്ന് അറിയണം. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക, സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ, എന്തൊക്കെയാണ് കറന്റ് അസറ്റ്സ്, എന്തൊക്കെയാണ് കറന്റ് ലയബിലിറ്റീസ് എന്നുള്ളത്. എന്നതിന് ശേഷം നമുക്ക് അതിന്റെ റൂൾ, പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഒരു റൂൾ ഇതാണ്. നമ്മൾ കറന്റ് അസറ്റ്സ് കൂടുന്ന സമയത്ത് അതെങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് ഒക്കെ പറയാം. അപ്പൊ ആദ്യം കറന്റ് അസറ്റ്സ് എന്താണ്, കറന്റ് ലയബിലിറ്റീസ് എന്താണെന്ന് പറയാം, എന്നതിന് ശേഷം ഇതിലേക്ക് വരാം. ഓക്കെ, ഇത് റൂൾ എന്തായാലും ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. കറന്റ് അസറ്റ്സ് കൂടുകയാണെങ്കിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു റൂള് വരുന്നത്. സോ ആൻ ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ് ഇൻക്രീസസ് ദി വർക്കിംഗ് ക്യാപിറ്റൽ. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഡിക്രീസ് ഇൻ കറന്റ് അസറ്റ് കുറയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ കറന്റ് അസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കറന്റ് ലയബിലിറ്റി വരുന്നത്. കറന്റ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും, കറന്റ് ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നതിന് ശേഷം ഇത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് നെറ്റ് എമൗണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന് മുമ്പായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏതെല്ലാമാണ് കറന്റ് അസറ്റ്സ്, ഏതെല്ലാമാണ് കറന്റ് ലയബിലിറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിൽ കറന്റ് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പൊ കറന്റ് അസറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഫേമിനകത്ത് ഒരു വർഷത്തിനകത്ത് പലതവണ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് കറന്റ് അസറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ എന്നുള്ള രീതിയിൽ പറയും. ദെൻ ഡെറ്റേഴ്സ്, ദാറ്റ് ഇസ് സൺട്രി ഡെറ്റേഴ്സ്, ഇൻവെന്ററീസ്, സ്റ്റോക്ക് എന്നോ ഇൻവെന്ററീസ് എന്നോ ഈവൻ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നോ എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ അക്രൂഡ് ഇൻകം, ഇതെല്ലാം കറന്റ് അസറ്റ്സിൽ വരും. അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസെപ്റ്റുകളൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു അക്കൗണ്ടിങ് പീരീഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വർഷത്തെ അക്കൗണ്ടിങ് പീരീഡിൽ എന്താണോ നമുക്ക് വരുന്നത് അത് മാത്രമാണ് നമ്മൾ ആ ഒരു വർഷത്തിൽ നമ്മൾ എൻ്റർ ചെയ്യാറ്. ഇപ്പൊ എക്സ്പെൻസസ്, നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിലുള്ള എക്സ്പെൻസസ് അല്ല, അടുത്ത വർഷത്തേക്ക് വരുന്നതാണ്. അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി കൊടുക്കുന്ന എക്സ്പെൻസസ്, അടുത്ത വർഷത്തേക്കുള്ള എക്സ്പെൻസസ് മുൻകൂട്ടി കൊടുക്കുന്നതുകൊണ്ട് അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ടല്ല ട്രീറ്റ് ചെയ്യുക, അത് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഓൾറെഡി ചെലവിനുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനുള്ള റൈറ്റ് അടുത്ത വർഷത്തേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് കറന്റ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അക്രൂഡ് ഇൻകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം തന്നെയാണ്, നമുക്ക് കിട്ടാനുള്ളതാണ് പക്ഷെ കിട്ടിയിട്ടില്ല, നമ്മൾ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ബിസിനസ്സിന് ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം, ബിൽഡിംഗ് റെന്റ് ഔട്ട് ചെയ്തു. അപ്പൊ എല്ലാ മാസവും നമുക്ക് എന്താണ് ആ പർട്ടിക്കുലർ ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് റെന്റ് കിട്ടേണ്ടതാണ്. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടും ചിലപ്പോൾ അതിൽ നമുക്ക് റെന്റ് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത്, റെന്റ് കിട്ടാതെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടാനുള്ളതാണ്, കിട്ടിയിട്ടില്ല, പക്ഷെ അത് കിട്ടാനുള്ളതാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ കിട്ടാനുള്ളത് നമുക്ക് ഈ പറയുന്ന ബിൽസ് റിസീവബിൾ, ഡെറ്റേഴ്സ് ഇതൊക്കെ കിട്ടാനുള്ളതാണ്.
അപ്പൊ ഈ കിട്ടാനുള്ളതെല്ലാം നമ്മൾ കറണ്ട് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ കൊടുക്കാനുള്ളത്, അതിന് പേയബിൾസ് എന്ന് പറയും. അതിനെയൊക്കെ നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇതുകൂടാതെ ഇനിയും കുറച്ച് ഐറ്റംസ് വരും, അത് എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് പ്രോബ്ലത്തിൽ പറയാം. ദെൻ കറണ്ട് ലയബിലിറ്റി ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഷോർട്ട് ടേം ലയബിലിറ്റീസ് ആണ്, ബാധ്യതകളാണ്. നമ്മൾ ഒരു വർഷത്തിനകത്ത് തന്നെ കൊടുത്തു തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകളെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, കൊടുക്കാനുള്ളത് കൊടുക്കാത്തത് നമ്മൾ ബാധ്യതയായി മാറും. എക്സ്പെൻസസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുക്കാറ്. പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞതാണ് കൊടുക്കാനുള്ളത്. ഇപ്പൊ സാലറി, ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം സാലറി എംപ്ലോയീസിന് കൊടുക്കാനുണ്ട്. അപ്പൊ സാലറി കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് ആൻ എക്സ്പെൻസ്. പക്ഷേ കൊടുക്കാനുള്ള സാലറി എന്തെന്ന് വെച്ചാൽ അത് ഒരു ബാധ്യതയാണ്, ലയബിലിറ്റി ആണ്. ദാറ്റ് ബിക്കംസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അതുപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കറന്റ് ലയബിലിറ്റീസിൽ വരുന്നത്. അപ്പോൾ നമ്മൾ സ്കെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം കറന്റ് അസറ്റ്സ് ഏതൊക്കെയാണ്, കറന്റ് ലയബിലിറ്റീസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. എന്നതിന് ശേഷമാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ ഫോർമുല ഇതാണ്, കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ് എന്ന ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഫോർമാറ്റ് നോക്കുക. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 5 കോളമാണ് നമുക്ക് വരിക. ഒന്ന് ഫസ്റ്റ് പർട്ടിക്കുലേഴ്സ് കോളം. അപ്പോൾ അത് ഏത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ഒരു ഹെഡിങ് കൊടുക്കണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്കെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ കൊടുക്കുക. ഈ പ്രോബ്ലം തരുന്ന സമയത്ത് നമുക്ക് 2 വർഷത്തെ ഡേറ്റ് തരും. ഇപ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയർ എന്നുള്ളത്, ഇപ്പോൾ 2023-24 എന്നുള്ള രീതിയിലേക്കൊക്കെ തരാം. അപ്പൊ ആ ഫസ്റ്റ് ഇയർ ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പൊ ആ 2 എമൗണ്ട് നമ്മൾ അതിനനുസരിച്ച് കൺസേൺഡ് ആയിട്ട് എഴുതുന്നു. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഫസ്റ്റ് ഇയർ ഇപ്പോൾ ക്യാഷ് ബാലൻസ്, ഇപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്, കറന്റ് അസറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നു. അതിനുശേഷം നമ്മൾ ടോട്ടൽ ചെയ്യാം. സിമിലർലി കറന്റ് ലയബിലിറ്റീസ് എല്ലാം നമ്മൾ എഴുതുന്നു. അതിനുശേഷം കറന്റ് ലയബിലിറ്റീസ് എല്ലാം ടോട്ടൽ ചെയ്യാം. മൂന്നാമത്തെ കോളം വരുന്നത്, ഇനി അടുത്തത് വരുന്നത് എന്താ വെച്ചാൽ അടുത്ത റോ കറന്റ് അസറ്റ്സും കറന്റ് ലയബിലിറ്റീസ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ടോട്ടൽ കറന്റ് അസറ്റ്സ് മൈനസ് ടോട്ടൽ കറന്റ് ലയബിലിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടും. എന്നതിന് ശേഷം അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് നോക്കുക. ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും, കുറവാണെങ്കിൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതാണ് നമുക്ക് വരിക. അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളെ ചേഞ്ച് നമുക്ക് വരുന്നത് ഇവിടെ ഇൻക്രീസ് ഡിക്രീസ് മുകളിൽ കാണാം. ആ ചേഞ്ച് വരുന്നത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുന്നതാണെങ്കിൽ, ഇപ്പൊ കറന്റ് അസറ്റ് കൂടുകയാണെങ്കിൽ ഇൻക്രീസ് കോളത്തിൽ എഴുതാം, കുറയാണെങ്കിൽ ഡിക്രീസ് കോളത്തിൽ എഴുതാം. അതേപോലെ കറന്റ് ലയബിലിറ്റി കൂടുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് കറന്റ് ലയബിലിറ്റിന്റെ കേസ് വരുന്നത്. കറന്റ് ലയബിലിറ്റി കൂടുകയാണെങ്കിൽ ഡിക്രീസ് കോളത്തിലും കുറയാണെങ്കിൽ ഇൻക്രീസ് കോളത്തിലുമാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം വെച്ച് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ആദ്യം എഴുതി വെക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, ലയബിലിറ്റി സൈഡും ഉണ്ട്, അസറ്റ് സൈഡും ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറന്റ് അസറ്റ്സ് ഏതാണ്, കറന്റ് ലയബിലിറ്റി ഏതാണ്, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫിക്സഡ് അസറ്റ്സ് ഏതൊക്കെയാണ്, ലോങ് ടേം ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ ഈ ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം സ്കെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഫോർമാറ്റ്, ആദ്യം കറന്റ് അസറ്റ്സ് എല്ലാം എഴുതുക, എന്നതിന് ശേഷം ടോട്ടൽ ചെയ്യാം. കറന്റ് ലയബിലിറ്റീസ് എല്ലാം എഴുതുക, എന്നതിന് ശേഷം ടോട്ടൽ ചെയ്യുക, എന്നതിന് ശേഷം അതിന്റെ ഡിഫറൻസ് എടുക്കുക, കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ് എന്നുള്ള ഒരു ഡിഫറൻസ് എടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ഫോർമാറ്റ്. അപ്പൊ നമ്മൾ അസറ്റ് സൈഡ് നോക്കുക, കാരണം നമുക്ക് വേണ്ടത് എന്താണ്, കറന്റ് അസറ്റ്സ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പൊ അതിൽ തന്നിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുക. അപ്പൊ ഫസ്റ്റ് ഐറ്റം ഫിക്സ്ഡ് അസറ്റ്സ് ആണ്. ഫിക്സഡ് അസറ്റ്സ് നമ്മൾ ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിൽ എടുക്കില്ല, സ്കെഡ്യൂളിൽ എടുക്കില്ല. അപ്പൊ അത് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. അതേപോലെ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഐറ്റവും നമ്മൾ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല, ലോങ് ടേം ആണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ എടുക്കാന്ന് വിചാരിച്ചാൽ, ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് വല്ലതും തരികയാണെങ്കിൽ മാത്രം നമ്മൾ കറന്റ് അസറ്റ്സ് ആയിട്ട് എടുക്കും. നോർമലി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാലോ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാലോ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൽ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. പിന്നെ താഴെ വരുന്ന കാര്യങ്ങൾ വർക്ക് ഇൻ പ്രോഗ്രസ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, അക്കൗണ്ട്സ് റിസീവബിൾ, ക്യാഷ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസും കറന്റ് അസറ്റ്സിൽ വരുന്നതാണ്. അപ്പൊ ഈ 4 ഐറ്റംസും വർക്കിംഗ് പ്രോഗ്രസ് എടുക്കണം, സ്റ്റോക്ക് എടുക്കണം, അക്കൗണ്ട്സ് റിസീവബിൾ എടുക്കണം, അതുപോലെ തന്നെ ക്യാഷ് എടുക്കണം. അപ്പൊ കറന്റ് അസറ്റിലെ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സിമിലർലി നമ്മൾ ലയബിലിറ്റി സൈഡ് നോക്കുക. ബട്ട് ലയബിലിറ്റി സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമ്മൾ ഇവിടെ നോക്കേണ്ടതാണ്.
അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇക്വിറ്റി ക്യാപിറ്റൽ അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കമ്പനികളിൽ എന്താണ് വരുന്നത്, ഇതെല്ലാം ലോങ് ടേം ലയബിലിറ്റീസ് ആണ്. ലോങ് ടേം ലയബിലിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തെക്കാളും കൂടുതൽ സമയം നമുക്ക് വരുന്ന ബാധ്യതകളെയാണ് നമ്മൾ ലോങ് ടേം ലയബിലിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇക്വിറ്റി ക്യാപിറ്റലൊക്കെ നമ്മൾ കമ്പനി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നിലധികം വർഷം നമ്മൾ ഫേമിൽ അത് ഉപയോഗിക്കും. സിമിലർലി അതുപോലെ തന്നെയാണ് നമ്മുടെ ഡിബഞ്ചേഴ്സിന്റെ കേസ് നമ്മളും അങ്ങനെ തന്നെയാണ്. അത് ഒരു വർഷമല്ല, അത് ഒന്നിലധികം വർഷങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഐറ്റംസ് ടാക്സ് പേയബിൾ, അക്കൗണ്ട്സ് പേയബിൾ, ഇൻട്രസ്റ്റ് പേയബിൾ ആൻഡ് ഡിവിഡൻഡ് പേയബിൾ. ഇതെല്ലാം പേയബിൾ ആണ്. ഈ പേയബിൾസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കാനുള്ളതാണ്, അതെല്ലാം ലയബിലിറ്റി ആണ്. അപ്പൊ ഇതെല്ലാം നമുക്കിപ്പോൾ അക്കൗണ്ട്സ് പേയബിൾ അല്ലെങ്കിൽ ബിൽസ് പേയബിൾ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഡിവിഡൻഡ് പേയബിളിന് പകരം പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് കൊടുക്കാനുള്ളതെല്ലാം നമുക്ക് എന്താണ്, ഒരു കറന്റ് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡിവിഡൻഡ്, ടാക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചില സമയത്ത് നമ്മൾ കറന്റ് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. അത് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ തരുന്ന സമയത്താണ്. ഇപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകളൊന്നും ഇല്ല. അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റ് വരുന്ന സമയത്ത് ഈ ടാക്സും ഡിവിഡൻഡ് ഒക്കെ എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നുള്ളതെല്ലാം നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല, സാധാരണ നോർമൽ രീതിയിലുള്ള പ്രോബ്ലം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടാക്സ് പേയബിളും അതുപോലെ ഡിവിഡൻഡ് പേയബിൾ എല്ലാം കറന്റ് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിൽ നിന്നും ഏതെല്ലാമാണ് കറന്റ് അസറ്റ്സ് എന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഏതെല്ലാമാണ് കറന്റ് ലയബിലിറ്റീസ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ കറന്റ് അസറ്റ്സ് നമുക്ക് 4 ഉണ്ടെന്ന് മനസ്സിലായി. അതേപോലെ തന്നെ കറന്റ് ലയബിലിറ്റീസും 4 ഉണ്ട്, അസറ്റ്സും 4 ഉണ്ട്, അതുപോലെ ലയബിലിറ്റീസ് 4 ഉണ്ട്. ഇനി നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുന്നു. എന്നതിന് ശേഷം അതിന് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് നോക്കുന്നു, ബാലൻസ് ചെയ്യുന്നു. ഇത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ നമ്മൾ സൊല്യൂഷനിലേക്ക് പോവാണ്. ജസ്റ്റ് ഇത് എല്ലാം കൂടി പെട്ടെന്ന് കാണുന്ന സമയത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 1 by 1 ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം. അപ്പൊ നമുക്ക് ആദ്യം എഴുതേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ 5 കോളം നമ്മൾ എഴുതുകയാണ്. നമ്മൾ പർട്ടിക്കുലേഴ്സ് എഴുതുന്നു, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, ദെൻ എഫക്ട് ഓൺ ദി വർക്കിംഗ് ക്യാപിറ്റൽ, അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് നമ്മൾ നോക്കുക. അതിൽ നമ്മൾ കറന്റ് അസറ്റ്സ് ഫസ്റ്റ് നമ്മൾ എഴുതാം. അപ്പൊ കറന്റ് അസറ്റ്സ് എഴുതിയ സമയത്ത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 4 കറന്റ് അസറ്റ്സ് ഉണ്ട്: വർക്ക് ഇൻ പ്രോഗ്രസ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, അക്കൗണ്ട്സ് റിസീവബിൾ ആൻഡ് ക്യാഷ്. അപ്പൊ ഇത് 4 നമ്മൾ എഴുതുക. എന്നതിന് ശേഷം അതിന്റെ എമൗണ്ട്, ഫസ്റ്റ് ഇയറിലെ എമൗണ്ട് എത്രയാണ്, 80,000. സെക്കൻഡ് ഇയറിലെ എമൗണ്ട് 90,000. ഓക്കെ, അത് നമ്മൾ ഇൻക്രീസ് കോളത്തിൽ ഒന്ന് ചെറുതായിട്ട് താഴെ ഒന്ന് കിടപ്പുണ്ട്. ജസ്റ്റ് നോക്കുക എത്രയാണ് അതിനകത്ത് ഇൻക്രീസ് വരുന്നത് എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് അവിടെ വരുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് 10,000 റുപ്പീസിന്റെ ഒരു ഇൻക്രീസ് ആണ് നമുക്ക് അവിടെ കാണാം. 10,000 റുപ്പീസിന്റെ ഇൻക്രീസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ 80,000-ൽ നിന്നും 90,000 ആയി. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, 10,000 റുപ്പീസിന് ഇൻക്രീസ് ആണ്. ഇതിപ്പോ ഒന്ന് താഴെ വന്ന് കിടക്കുകയാണ്, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ദെൻ സെക്കൻഡ് വൺ, സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഫസ്റ്റ് ഇയർ 1,50,000 വരുന്നുണ്ട്, സെക്കൻഡ് ഇയർ 2,25,000 ആണ് വരുന്നത്. അപ്പൊ സെക്കൻഡ് ഇയർ നമുക്ക് നോക്കുക, എങ്ങനെയാണ് ഡിഫറൻസ് മനസ്സിലാക്കുക, കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ നമുക്കറിയാം. 1,50,000-ൽ നിന്നും 2,25,000 ആയിട്ട് അത് കൂടിയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ എമൗണ്ട് കിട്ടുക, 2,25,000 മൈനസ് 1,50,000 എന്ന് നമ്മൾ ചെയ്യാം. ഒരു മിനിറ്റ്, എനിക്ക് തോന്നുന്നു ഈ പ്രോബ്ലത്തിൽ ചെറിയൊരു ഇതുണ്ട്, എമൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഇൻ ട്രേഡ് നമുക്ക് തന്നിട്ടുള്ളത് 1,15,000, ഓക്കെ, 2,25,000 ശരിയാണ്. അപ്പൊ ഈ ഒരു എമൗണ്ട് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് എത്രയാണ്? അപ്പൊ ഇതിനകത്ത് ആ എമൗണ്ട് എഴുതിയിട്ടില്ല, ജസ്റ്റ് ഒരു ആ ഭാവം ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഒരു 75,000 മിസ്സിംഗ് ആണ്. കാരണം 2,25,000 മൈനസ് 1,50,000 വി വിൽ ബി ഗെറ്റിംഗ്. നമുക്കൊരു മിനിറ്റ് പിന്നെ എടുക്കാം. ഇവിടെ നമ്മൾ 75, കാരണം ഇത് നമ്മൾ ഇവിടെയാണ് 10,000 വരേണ്ടത്, നമ്മളിവിടെ 10,000 വരേണ്ടതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ 10,000 വരും. ഈ ഭാഗത്ത് നമുക്ക് വരുന്നത് 75,000 ആണ്. 2,55,000 മൈനസ് 1,55,000 ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു 75,000-ന്റെ ഞാൻ എന്ന് എഴുതാം, അതാവുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണ്. 75,000 റുപ്പീസ് ആണ് നമുക്ക് അവിടെ വരിക. ഓക്കെ, നൗ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് അക്കൗണ്ട്സ് റിസീവബിൾ ആണ്. എഗെയിൻ അക്കൗണ്ട്സ് റിസീവബിൾ ഫസ്റ്റ് ഇയർ 70,000 വരുന്നുണ്ട്,
സെക്കൻഡ് ഇയർ 1,40,000 വരുന്നുണ്ട്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? അഗെയിൻ ഒരു 70,000 ഇൻക്രീസ് ആണ് വരുന്നത്. അത് നമ്മൾ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 70,000 റുപ്പീസിന്റെ ഇൻക്രീസ് എഴുതിയിട്ടുണ്ട്. അത് ഇൻക്രീസ് കോളത്തിൽ തന്നെ എഴുതാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്യാഷ് ആണ്. ക്യാഷ് 30,000 ദെൻ 10,000 ആണ് വരുന്നത്. അപ്പൊ 30,000 നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ മനസ്സിലാകുന്നത്? ഇവിടെ ഡിഗ്രീസ് ആണ്. ക്യാഷ് കുറഞ്ഞിട്ടുണ്ട്. എത്ര രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്? 20,000 റുപ്പീസിന്റെ ഒരു ഡിഗ്രീസ് ആണ് കാണുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മൾ ഡിഗ്രീസ് കോളത്തിൽ വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് എഫക്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അത് ഇൻക്രീസ് ആണെങ്കിൽ, കറന്റ് അസറ്റ് ആണെങ്കിൽ ഇൻക്രീസ് ആണെങ്കിൽ ഇൻക്രീസ് കോളത്തിൽ എഴുതാം, ഡിഗ്രീസ് ആണെങ്കിൽ നമ്മൾ ഡിഗ്രീസ് കോളത്തിൽ വേണം എഴുതാൻ. നൗ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാ ടോട്ടൽ കറന്റ് അസറ്റ്സ് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യാം. 80 പ്ലസ് 1,50,000 പ്ലസ് ഇതൊന്നും നിങ്ങൾ കാൽക്കുലേറ്ററിൽ എടുത്ത് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് കറക്റ്റ് ആയിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. Then 15 plus 80,000 plus 70,000 plus 30,000 ചെയ്യുമ്പോൾ total we will be getting, this is the total current assets. Total current assets ആണ് നമുക്ക് ഇവിടെ വരുന്നത്. Total current assets എന്താണ്, എത്രയാണ് വരുന്നത്? 3,30,000 ആണ്. That is for first year, that is 2020. അതിന് നമുക്ക് A എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2011ലെയും നമ്മൾ ടോട്ടൽ ചെയ്യുക. 90,000 plus 2,25,000 plus 1,40,000 plus 10,000 ചെയ്യുമ്പോൾ we will be getting 4,65,000. ഇത് രണ്ടും നമ്മൾ ടോട്ടൽ ചെയ്ത് വെക്കാം. സിമിലർലി നമ്മൾ കറന്റ് ലയബിലിറ്റീസും നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യനിൽ നോക്കിയിട്ടുള്ള 4 കറന്റ് ലയബിലിറ്റീസ് എഴുതുന്നു. 77,000, 43,000. ഫസ്റ്റ് വൺ ഈസ് ടാക്സ് പേയബിൾ. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? 77,000ൽ നിന്നും 40,000 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എത്ര എമൗണ്ട് ആണ് കുറഞ്ഞിരിക്കുന്നത്? അതിന്റെ ഡിഫറൻസ് നോക്കുക. 77,000 മൈനസ് 43,000 ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് 34,000 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ 96,000. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കുറവാണ്. അപ്പൊ കറന്റ് ലയബിലിറ്റീസ് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ റൂൾ എന്താണ്? കറന്റ് ലയബിലിറ്റീസ് കുറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇൻക്രീസ് കോളത്തിലാണ് എഴുതേണ്ടത്. ഇൻക്രീസ് കോളത്തിൽ വേണം എഴുതാൻ. അത് മറക്കരുത്, രണ്ടും മാറിപ്പോവരുത്. കറന്റ് ലയബിലിറ്റീസ് കുറയാണെങ്കിൽ ഡിഗ്രീസിലല്ല ഇൻക്രീസ് കോളത്തിൽ വേണം എഴുതാൻ. അതേപോലെ തന്നെ നമ്മൾ കറന്റ് അക്കൗണ്ട്സ് പേയബിൾ എടുക്കുന്നു. അക്കൗണ്ട്സ് പേയബിൾ 96ൽ നിന്നും 1,92,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കൂടുകയാണെങ്കിൽ നമ്മൾ എവിടെ എഴുതണം? ഡിഗ്രീസ് കോളത്തിലാണ്. സോ 1,92,000 മൈനസ് 96 ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 96,000. ഈ 96,000 ഡിഗ്രീസ് കോളത്തിൽ എഴുതണം. എഗെയിൻ ഇൻട്രസ്റ്റ് പേയബിൾ ഒന്ന് നോക്കിയേ. ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇൻട്രസ്റ്റ് പേയബിൾ 37,000ൽ നിന്നും 45,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ അവിടെ എഗെയിൻ ഇൻക്രീസ് ആണ്. ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണ് എഴുതേണ്ടത്? that you have to write it on the degrees column. 8,000 rupees ആണ്. അത് നമ്മൾ ഇവിടെ എഴുതി. നെക്സ്റ്റ് വൺ ഡിവിഡൻഡ് പേയബിൾ, that is 50,000 and 35,000. ഇവിടെ എന്താണ്? കുറഞ്ഞിരിക്കുകയാണ്, ഡിഗ്രീസ് ആണ്. ഈ ഡിഗ്രീസ് ആണെങ്കിൽ എവിടെ എഴുതണം? ഇൻക്രീസ് കോളത്തിൽ എഴുതണം. എത്രയാണ് ഡിഫറൻസ്? 15,000 റുപ്പീസിന്റെ ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് വരുന്നത്. എഗെയിൻ കറന്റ് അസറ്റ്സ് ടോട്ടൽ ചെയ്ത പോലെ തന്നെ കറന്റ് ലയബിലിറ്റീസ് എല്ലാം ടോട്ടൽ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഇയർ 2010ല് 77 plus 96 plus 37 plus 50 എടുത്ത് നോക്കുമ്പോൾ we will be getting 2,60,000 rupees കിട്ടും. അതേപോലെ തന്നെ സെക്കൻഡ് ഇയർ 2011 എടുത്ത് നോക്കുന്ന സമയത്ത് we will be getting 3,15,000 എന്നാണ് നമുക്ക് കിട്ടുക. ഇത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ what is the formula for calculating working capital? കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി. അപ്പോൾ കറന്റ് അസറ്റ്സിനെ, ടോട്ടൽ കറന്റ് അസറ്റ്സിനെ A എന്ന് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ കറന്റ് ലയബിലിറ്റിയെ നമുക്ക് B എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഫസ്റ്റ് കറന്റ് അസറ്റ്സ് എന്താണ്? ഫസ്റ്റ് ഇയറിന്റെ 3,30,000. ഈ 3,30,000 ആണ് നമുക്ക് ഇവിടെ കറന്റ് അസറ്റ് ആയിട്ട് വരുന്നത്. ഈ ഭാഗത്ത് നമുക്ക് വരുന്നത് 3,30,000. സോ 3,30,000 മൈനസ് 2,60,000 we will be getting 70,000 rupees കിട്ടും. അതാണ് നമുക്ക് ഇവിടെ 70,000 rupees കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ 70,000 rupees കിട്ടിയിരിക്കുന്നത് വെച്ചാൽ കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി ആണ്. That is 3,30,000 minus 2,60,000 ചെയ്യുമ്പോൾ you will be getting 70,000. Similarly ഇവിടെ നമുക്ക് 4,65,000 minus 3,15,000 ചെയ്യുന്ന സമയത്ത് you will be getting 15,000 എന്നൊരു എമൗണ്ട് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുക, ഫസ്റ്റ് ഇയറിൽ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 70,000 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 70,000 നമുക്ക് കിട്ടി. സെക്കൻഡ് ഇയറിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 1,50,000. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? 70,000ൽ നിന്നും 1,50,000 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നെക്സ്റ്റ് എഴുതുക, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതിയ ശേഷം
80,000 റുപ്പീസ് ഇവിടെ കാണുന്നുണ്ട്. ആ 80,000 റുപ്പീസ് എങ്ങനെ കിട്ടി? 1,50,000 മൈനസ് 70,000 ചെയ്യുന്ന സമയത്ത് യു വിൽ ബി ഗെറ്റിംഗ് 80,000 റുപ്പീസ്. അപ്പോൾ രണ്ടും നോക്കുക, 70 പ്ലസ് 80 യു വിൽ ബി ഗെറ്റിംഗ് 1,50,000 ആൻഡ് 1,50,000. അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. നമ്മൾ ഇത് ലേറ്റർ ആയിട്ട് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അത് ഫണ്ട് ഫ്ലോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ പറഞ്ഞു തരാം. സിമിലർലി നമ്മൾ ഇവിടെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ 80,000 നമുക്ക് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നില്ലേ? അപ്പൊ ഈ ഒരു ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഓട്ടോമാറ്റിക്കലി യു വിൽ ബി റൈറ്റിംഗ് ഓൺ ദ ഡിഗ്രീസ് കോളം. ഇവിടെ എഫക്റ്റില് നമ്മൾ ഡിഗ്രീസ് കോളത്തിൽ എഴുതേണ്ടത്. ഇവിടെ ഒരു 80,000 എഴുതിയിട്ടുണ്ട്, എന്നാലാണ് നമ്മൾ ഇവിടെ അത് ബാലൻസ്ഡ് ആവുക. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയർ നമുക്ക് ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10,000 ഉണ്ട്, 75,000 ഉണ്ട്, പിന്നെ 70,000 ഉണ്ട്, 34 ഉണ്ട്, 15,000 ഉണ്ട്. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുന്ന സമയത്ത് യു വിൽ ബി ഗെറ്റിംഗ് 2,04,000. സിമിലർലി ഇവിടെയും നമ്മൾ 20,000 ഉണ്ട്, 96,000 ഉണ്ട്, 8,000 ഉണ്ട്, ദെൻ ബാലൻസ് എമൗണ്ട് ആയിട്ട് 80,000 കൂടെ ചേരുന്ന സമയത്ത് 2,04,000 ആയിട്ട് മാറും. അപ്പൊ ഇതാണ് നമ്മൾ ഒരു സ്കെഡ്യൂൾ പ്രിപ്പയർ ചെയ്യേണ്ട രീതി. അപ്പോൾ ഇതിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്ന ഫണ്ട് ഫ്ലോയിൽ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ വരുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് വരുന്ന സമയത്ത് എങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഓരോന്നും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഓൺ ദ കമന്റ് സെക്ഷൻ. അപ്പോൾ കമന്റിൽ എന്താണോ വരുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഹോപ്പ് നിങ്ങൾക്ക് ഇന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ താങ്ക് യു എവരിവൺ. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.